ഹായ് SBT ടോക്സിലേക്ക് സ്വാഗതം. ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ വിശ്വാസങ്ങൾ കപട വിശ്വാസങ്ങളാണെന്നുള്ള ഒരു കാര്യം. അതിന് സ്വാമി കാരണം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ സമൂഹം വെറും പ്രഹസനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഒരു വിശ്വാസിക്ക് മറ്റൊരു മതസ്ഥരെ ഉപദ്രവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉപദ്രവിച്ചതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു സ്വാമിജി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് മനസ്സിലാകാത്ത ആളുകൾക്കായി ഈ കാര്യം നടന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഈ കാര്യം എന്ന് പറയുന്നത് ഹോളിയുടെ സ്റ്റാർട്ടിങ്, ഹോളി ഫെസ്റ്റിവലിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ആ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അതൊരു പള്ളിയുടെ മുന്നിലാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ ഇപ്പോഴത്തെ അധിക ഫെസ്റ്റിവൽസും ഇപ്പോൾ പള്ളിന്റെ മുമ്പിൽ തന്നെയാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഇവർ ആ പള്ളിയുടെ ഗേറ്റ് തകർത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലല്ല, 3-4 തവണയാണ് ആ ഗേറ്റ് തള്ളി തുറക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനം അവർ തള്ളി തുറക്കുകയും ചെയ്തു. അതിന്റെ ആവശ്യം എന്തായിരുന്നു ഇവിടെ? അതാണ് ആ സ്വാമിജി പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് കപടമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ആളുകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു തെളിവ് എന്ന് പറയുന്നത്. കാരണം അവിടെ രാത്രിയാണ്, റമദാൻ ആയതുകൊണ്ട് തന്നെ അവിടെ തറാവി നടക്കുന്നുണ്ടായിരുന്നു, തറാവി നിസ്കാരം നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് ശരിയായി തോന്നുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെയാണ് ആ സ്വാമിജി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറയുന്നത് കപടമായിട്ടുള്ള വിശ്വാസമാണെന്ന്. കാരണം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഈ മതത്തിൽ മാത്രമല്ല, മുസ്ലിം മതത്തിലും ഉണ്ട്. ഈ താലിബാൻ, അൽ ഖ്വയ്ദ ഒക്കെ ഉണ്ട്. അവരൊന്നും യഥാർത്ഥ വിശ്വാസികളല്ല. ഒരു യഥാർത്ഥ വിശ്വാസികൾക്ക് മറ്റൊരു മതസ്ഥരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ പറ്റുകയില്ല. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ ഹോളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളി നടക്കുന്നതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വേൾഡ് ഇപ്പോൾ എങ്ങനെ ഇന്ത്യയെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു കാര്യമാണ്. കാരണം പബ്ലിക്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോളിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് മതം ഒന്നും നോക്കാതെ എന്ത് ചെയ്യും, ഹോളി കളർ പൂശും എന്നുള്ള ഒരു കാര്യം. അതൊക്കെ, അത് ആഘോഷത്തിന്റെ ഭാഗമാണ്, ആഘോഷിക്കേണ്ടതാണ്. അതിനുള്ള റൈറ്റ് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള റൈറ്റ് മറ്റു മതസ്ഥർക്കും നൽകിയിട്ടുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്, അപ്പൊ അവർക്ക് ജുമ ഉണ്ടാവും. അപ്പൊ അത് നിസ്കരിക്കാനുള്ള റൈറ്റ് അവർക്കുമുണ്ട്. പക്ഷെങ്കിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അടക്കം, യോഗി ആദിത്യനാഥ് അടക്കം പറഞ്ഞിട്ടുള്ളത് അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പള്ളിക്കടക്കം കളറ് മാറ്റും എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് അവിടുത്തെ മുസ്ലിങ്ങൾ, ഉത്തർപ്രദേശിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. കണ്ടു നോക്കൂ. അവർ ഏത് കളർ പൂശുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
പക്ഷെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് മുഴുവനായിട്ടും കാണുന്നുണ്ട്. വേൾഡിന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു സെക്യുലർ കൺട്രി ആണെന്നുള്ള ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റു രാജ്യങ്ങളിലെ ആളുകൾ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണോ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള ഒരു കാര്യം. അത് ഓരോ ഇന്ത്യക്കാർക്കും അപമാനകരം തന്നെയാണ്. അല്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ചില ആളുകളെങ്കിലും ചോദിക്കും, ഇങ്ങനെ എന്തിനാ ടാർപ്പായി വലിച്ചു കെട്ടിയിട്ടുള്ളത് എന്ന്, പള്ളിക്കൊക്കെ ഇങ്ങനെ എന്തിനാ കെട്ടിയിട്ടുള്ളത് എന്നൊരു കാര്യം. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ഫെസ്റ്റിവലോ എന്ത് ആഘോഷം വന്നാലും ശരി, അതൊക്കെ പള്ളിയുടെ മുന്നിൽ വെച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കളർ മാറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മാറ്റിയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ടാർപ്പായി വലിച്ചു കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുറ്റം പറയേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഗവൺമെന്റിനെയും തന്നെയാണ്. കാരണം ഗവൺമെന്റ് ആണ് ഈ ഒരു കാര്യമൊക്കെ നിയന്ത്രിച്ച് ലോ ആൻഡ് ഓർഡർ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആളുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭരണഘടന നൽകിയിട്ടുള്ള എല്ലാ മൗലിക അവകാശങ്ങളും ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കേണ്ട കാര്യവും അതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ അവർ തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത്? മുസ്ലിങ്ങളൊക്കെ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവേണ്ട, വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളുടെ മൗലിക അവകാശത്തെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നത് സർക്കാർ എന്ന് പറയുമ്പോൾ പിന്നെന്ത് പറയാനാണ്? ഇപ്പോൾ ഏതാനും ചില വീഡിയോസ് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ചും ഈ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ചും മുസ്ലിംസിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും, എന്നിട്ട് പരേഡായിട്ട് റോഡിലൂടെ പരേഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പിറകെ ഹിന്ദുത്വം വന്നിട്ട് ജയ് ശ്രീറാം വിളിച്ചിട്ടും അതും കൂടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസുകാരെ ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വ്യക്തിയെ കൊന്ന ആളെ ഇതേപോലെ പരേഡ് നടത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ച അല്ലെങ്കിൽ റേപ്പ് ചെയ്തിട്ടുള്ള ഒരു അക്യൂസ്ഡിനെ ഇതേപോലെ കൊണ്ടുപോകുന്നുണ്ടോ? ഇതൊരു അക്യൂസേഷൻ മാത്രമാണ്. ഒരു വ്യക്തി പ്രതിയാണെന്ന് കോടതി തീരുമാനിക്കണം. അതുവരെ ആ വ്യക്തി പ്രതിയല്ല. അതായത് കോടതി തീരുമാനിച്ചാൽ മാത്രമേ, കോടതി ഉത്തരവ് പറഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യക്തി പ്രതിയാവുകയുള്ളൂ. അതുവരെ അക്യൂസേഷൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇവരെങ്ങനെയാണ് ഈ ഒരു കാര്യം ഈ പോലീസുകാർ ചെയ്യുക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര തെളിവ് കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇവിടെ കൂടുതൽ അറ്റാച്ച് ചെയ്യാത്തത്. വിശ്വസിക്കേണ്ടവരാണെങ്കിൽ എങ്ങനെയായാലും വിശ്വസിക്കും. അതുപോലെ ഇതിന്റെയൊക്കെ പിന്നിൽ, അതായത് ഈ നടക്കുന്ന ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാത്തിന്റെയും പിന്നിൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മോട്ടീവ് തന്നെയാണ്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഒരു പ്രത്യേകം പാർട്ടിക്ക് വോട്ട് കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പെർഫോമൻസ് കുറഞ്ഞു വരികയാണ്. ഇത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എല്ലാവരും എന്ത് തെളിവ് കൊടുത്താലും വിശ്വസിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. അതായത് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ ശ്രദ്ധ മാറ്റണം എന്നുള്ള ഒരു കാര്യം. അതിൽ ആളുകൾ വീഴുന്നുമുണ്ട്. എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഞാനടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ വിഷയങ്ങളാണ്. ആ സമയം ഇന്ത്യയുടെ എക്കണോമിനെ പറ്റി ആരും ഇപ്പം ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പ്രശ്നങ്ങളിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. അത് തന്നെയാണ് പൊളിറ്റിക്കൽ മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.